ഇക്കുറി ഫിഫ ലോകകപ്പിൽ കിരീടം ചൂടാൻ ശരിയായ യോഗ്യതയുള്ള ടീമുകളിലൊന്ന് ഇംഗ്ലണ്ടാണ്. ഹാരി കെയ്നും സംഘവും ഭാഗ്യം കൊണ്ടല്ല, കളിച്ച് ജയിച്ചാണ് ഇവിടം വരെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഫൈനലിൽ എത്താനും ചിലപ്പോൾ കപ്പ് നേടാനും സാധ്യതയുണ്ട്. 60 വർഷക്കാലത്തെ ലോക കിരീട വരൾച്ച തിരുത്തി ഇംഗ്ലീഷ് ടീം കപ്പ് നാട്ടിലെത്തിച്ചാൽ ബാങ്ക് ഹോളിഡേ പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രധാനമന്ത്രി. 60 വർഷത്തിനിടെ ആദ്യമായി ലോക കിരീടം ഇംഗ്ലണ്ടിലെത്തിക്കാൻ കെയ്നും സംഘത്തിനും സാധിച്ചാൽ പൊതു അവധി പ്രഖ്യാപിക്കാനുള്ള തീരുമാനത്തിലാണ് കീർ സ്റ്റാർമർ എത്തിയിട്ടുള്ളതെന്ന് സ്രോതസ്സുകൾ വെളിപ്പെടുത്തി. ഫുട്ബോൾ ഭ്രാന്തുള്ള പ്രധാനമന്ത്രി കസേര ഒഴിയുന്നതിന് മുൻപ് പ്രഖ്യാപിക്കാൻ കഴിയുന്ന അവസാനത്തെ അവധിയും ഇതാകും. അങ്കാരയിലെ നാറ്റോ സമ്മേളനത്തിന് എത്തിയ സ്റ്റാർമറോട് റിപ്പോർട്ടർമാർ ഇതേക്കുറിച്ച് ചോദിച്ചു. അവിടം വരെ എത്തിയാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ബാങ്ക് ഹോളിഡേയെക്കുറിച്ച് പറയാനില്ല. ഫൈനലിൽ എത്തിയ ശേഷം ഈ ചോദ്യം വീണ്ടും ചോദിക്കൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഓരോ ബാങ്ക് ഹോളിഡേയും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് 2.4 ബില്യൺ പൗണ്ട് നഷ്ടം വരുത്തും. അതിനാൽ അധിക ബാങ്ക് ഹോളിഡേ ആവശ്യങ്ങൾ മന്ത്രിമാർ തള്ളുകയാണ് പതിവ്. ഗ്രൂപ്പ് ഘട്ടം കടന്നതിന്റെ പേരിൽ അയൽക്കാരായ സ്കോട്ട്ലൻഡ് ഇതിനകം ഒരു ബാങ്ക് ഹോളിഡേ ആസ്വദിച്ചു കഴിഞ്ഞു. റൗണ്ട് 16-ൽ മെക്സിക്കോയ്ക്കെതിരെയാണ് ഇംഗ്ലണ്ടിന്റെ അടുത്ത മത്സരം.